നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോകണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂർ വോട്ടർമാരുടെ ആവേശം. പോളിംഗ് ആരംഭിച്ച് ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോൾ 10% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,168 വാർഡുകളാണ് വോട്ടെടുപ്പ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, UDF കൺവീനർ അടൂർ പ്രകാശ്, മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, നടൻ ആസിഫ് അലി, രഞ്ജി പണിക്കർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. VV അരുൺ തിരുവനന്തപുരത്തുണ്ട്, ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്, ഡാനി പോളും ആജ്ഞാ രവീന്ദ്രനും കൊച്ചിയിൽ നിന്ന്, G ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന്, S വിനീഷ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കും. നമുക്ക് അരുണിലേക്ക് ഒന്ന് പോകണം. അരുൺ, ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ 10% മുകളിൽ പോളിംഗ് എന്ന് പറയുമ്പോൾ അത് ഒട്ടും കുറവല്ല. അല്പം ആവേശമൊക്കെ വോട്ടർമാർക്കിടയിലുണ്ട്. ഇപ്പോഴും അതേ ആവേശം തുടരുകയാണോ? കുറച്ച് കാര്യങ്ങൾക്കൊന്ന് കുറവ് വന്നിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷവും ഒക്കെ ആയിരിക്കും കനത്ത പോളിംഗ് രേഖപ്പെടുത്തുക. രഞ്ജിത്ത്, 2 മണിക്കൂർ പിന്നിടുമ്പോൾ ഔദ്യോഗിക കണക്ക് പ്രകാരം തന്നെ 7.5% പോളിംഗ് ഉണ്ട്. 9 മണി കണക്കിലും ആ പോളിംഗ് ഉണ്ട്. ജില്ലകളിലൊക്കെ വളരെ ശക്തമായ പോളിംഗ് ഈ ഘട്ടത്തിൽ 10 മണി ഔദ്യോഗിക കണക്കാണ്. സ്വാഭാവികം 10 മുകളിലേക്ക് പോളിംഗ് ശതമാനം 2 മണിക്കൂറിൽ മാറിയിരിക്കണം. കണക്ക് അല്പസമയത്ത് അപ്ഡേറ്റ് ചെയ്യും. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉള്ളത് 7.44% പേരാണ് തിരുവനന്തപുരത്ത് ജില്ലയിൽ മൊത്തത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൊല്ലത്ത് 8.21%, പത്തനംതിട്ടയിൽ 7.95%, ആലപ്പുഴയിൽ 8.48%, കോട്ടയത്ത് 8.42%, ഇടുക്കിയിൽ 7.87%, എറണാകുളത്ത് 8.62%. ഇങ്ങനെയാണ് ഔദ്യോഗിക കണക്കുകൾ. എല്ലായിടത്തും ഇതിന് 10 മുകളിലേക്ക് സ്വാഭാവികമായും അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം പോളിംഗ് ശതമാനം എത്തിയിരിക്കണം. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. എല്ലാവരും തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട 3 മുന്നണികളുടെയും നേതാക്കൾ വി ശിവൻകുട്ടി അല്പസമയം മുമ്പ് ഫോർട്ട് ഹൈസ്കൂളിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി അദ്ദേഹം വോട്ട് ചെയ്യാനായി ഇവിടെ സംസ്കൃത കോളേജിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം അധികം വൈകാതെ നമുക്ക് ലഭ്യമാക്കാം. BJPയുടെ പ്രധാന നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. 7 മണിക്ക് അദ്ദേഹവും ഭാര്യയ്ക്കൊപ്പം വോട്ട് ചെയ്യാനെത്തി. പിന്നീട് രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷൻ അദ്ദേഹം വലിയ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. BJPയുടെ എല്ലാ പ്രതീക്ഷയും തകിടം മറിയുന്നുവെന്ന് K മുരളീധരൻ കോൺഗ്രസ് നേതാവ് അവരുടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വി ശിവൻകുട്ടി ഇപ്പോഴും മികച്ച വിജയമുണ്ടാകും ഇടതുമുന്നണിക്ക് എന്ന നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. 2 മണിക്കൂർ പിന്നിടുമ്പോൾ ആ ഒരു തരത്തിലുള്ള ആധ്യാത്മിക നേതാക്കളുമൊക്കെ വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. കർദിനാൾ ബസേലിയസ് മാർ ക്ലിമ്മീസ് അല്പസമയം മുമ്പ് പട്ടം ഗേൾസിൽ വോട്ട് ചെയ്ത് പറഞ്ഞത് വികസനവും സമാധാനവും ബന്ധങ്ങളും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവർക്ക് വോട്ട് നൽകി എന്നുള്ളതാണ്. അത്തരമൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ അല്പസമയം മുമ്പ് വോട്ട് ചെയ്ത് മടങ്ങി. തെരഞ്ഞെടുപ്പിൽ എല്ലാ ക്രമീകരണങ്ങളും അദ്ദേഹം ചെയ്തപ്പോൾ MA ബേബി CPM ജനറൽ സെക്രട്ടറി വോട്ട് ചെയ്യാനായി സംസ്കൃത കോളേജിലെ ബൂത്തിലേക്ക് എത്തുകയാണ്. കുന്നുകുഴി വാർഡിലെ വോട്ടറാണ് അദ്ദേഹം. ഏതായാലും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാവിലെ തന്നെ വോട്ട് ചെയ്യുന്നുണ്ട്. വലിയ പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നുണ്ട്. പോളിംഗ് ശതമാനവും കാര്യമായി കുറയില്ല, മികച്ചൊരു പോളിംഗ് ഉണ്ടാകും, ആ രീതിയിലുള്ള പ്രചരണം മുന്നണികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പം കൂടി വ്യത്യസ്തമായ അപ്ഡേറ്റഡ് കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. അതിലേക്ക് കൂടി ഇപ്പോൾ 11.65% തിരുവനന്തപുരത്തെ പോളിംഗ്. കൊല്ലത്ത് 12.72%, പത്തനംതിട്ടയിൽ 12.46%, ആലപ്പുഴയിൽ 13.24%, കോട്ടയത്ത് 12.63%, ഇടുക്കിയിൽ 11.69%, എറണാകുളത്ത് 13.25%. ഈ ഇതിലേക്ക് ജില്ലകളിലെ പോളിംഗ് ശതമാനം ഉയരുന്നു. അതായത് 10 പിന്നിടുന്നു പോളിംഗ് ശതമാനം. 2 മണിക്കൂർ പിന്നിടുമ്പോൾ, അതായത് 7 മുതൽ 9 വരെ 2 മണിക്കൂർ പിന്നിടുമ്പോൾ 10% കടക്കുന്നു എന്നുള്ളത് 10%-ന് മുകളിലേക്ക് അനൗദ്യോഗികമായി ഒരുപക്ഷെ 15-ലേക്ക് എത്തിയ ജില്ലകളുണ്ടെങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ട. അരുണ്, അത് നമ്മുടെ നേരത്തെയുള്ള പല കനത്ത പോളിംഗുകൾ രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പുകൾക്ക് സമാനമാണ്. അപ്പോൾ ഇനി കൂടുതൽ വോട്ടർമാരെത്തും. പോളിംഗ് ശതമാനം 75 കടന്നാലും അത്ഭുതപ്പെടേണ്ട.
ഇനിയുള്ള മണിക്കൂർ പ്രധാനപ്പെട്ടതാണ്. 75 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പോളിംഗ് ശതമാനമാണ്. അതിലേക്ക് എത്തുമോ എന്ന് കണ്ടറിയണം. എന്തായാലും ഇപ്പോൾ നല്ല പോളിംഗ് ഉണ്ട്. ഒരുപക്ഷെ രാവിലെ ആദ്യ മണിക്കൂറുകളിൽ കനത്ത വെയിലൊക്കെ ആവുന്നതിന് മുമ്പ്, ഡിസംബർ ആണെങ്കിൽ പോലും ചൂടിന് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഒരു ജില്ലകളിലും വലിയ കുറവില്ല. അതുകൊണ്ട് തന്നെ ചൂട് വരുന്നതിന് മുമ്പ് ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള ശ്രമമൊക്കെ ആയിരിക്കാം ഈ ഒരു തുടക്കത്തിലെ ഈ പോളിംഗ് ശതമാനത്തിലെ വർധന, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ആയിട്ട് തന്നെ പോകുന്നത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ എം എ ബേബി CPM ജനറൽ സെക്രട്ടറി വോട്ട് രേഖപ്പെടുത്തുകയാണ്. ദൃശ്യങ്ങൾ സ്ക്രീനിലുണ്ട് എന്ന് കരുതുന്നു. അദ്ദേഹം ക്യൂവിലാണ്. ഇപ്പോൾ അല്പസമയത്ത് വോട്ട് ചെയ്യാൻ അവിടേക്ക് കയറും. ഏതായാലും ഈ ഒരു നല്ലൊരു ശതമാനത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാനാവുന്നത്. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ കണക്കുകൾ കൂടി വരാനിരിക്കുന്നു. 15% അടുത്ത് ഏതായാലും 10 മണിക്ക് മുമ്പ് 20% ഒക്കെ എത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ പ്രതീക്ഷ തന്നെ മുന്നണികൾ ഇപ്പോഴും പങ്കുവയ്ക്കുന്നു. എല്ലാവരും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രാദേശിക വിഷയങ്ങളാണെങ്കിൽ പോലും ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളും രാഹുൽ മാങ്കൂട്ടം എഫക്റ്റും ഒക്കെ എങ്ങനെ ഉണ്ടാകും എന്നുള്ള അതാണ് അറിയേണ്ടത്. ഏതായാലും പൊതുവിൽ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ആശ്വാസമാണ്. ഒരു മാസം നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. അതിനു മുമ്പ് തന്നെ പലരും മുന്നൊരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി വിഷയങ്ങൾ ചർച്ചയ്ക്ക് ദിനങ്ങളിലേക്ക് വയ്ക്കാനായി. മറ്റു തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഓരോ വോട്ടറുടെയും അടുത്തേക്ക്, ഓരോ വീട്ടകങ്ങളിലേക്കും എത്തിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കൃത്യമായി തങ്ങളുടെ പറയാനുള്ള കാര്യങ്ങൾ, അത് സർക്കാർ ഭാഗത്തെ ഭരണമുന്നണിക്ക് അവരുടെ കാര്യങ്ങൾ, അവരുടെ വികസനക്ഷേമ നേട്ടങ്ങളും, പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെയുള്ള വിരുദ്ധ വികാരങ്ങളും, അതുപോലെ ശബരിമല അടക്കമുള്ള വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ടായി. BJP ആകട്ടെ ഇത്തവണ എപ്പോഴും പറയും പോലെയല്ല, ഇത്തവണ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. രാവിലെ സുരേഷ് ഗോപി BJPയുടെ പ്രധാന നേതാവ് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞത് തിരുവനന്തപുരം തിലകമണിയും, തിലകം തിരുവനന്തപുരം എന്നാണ്. തിലകത്തിന്റെ നിറം അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും സ്വാഭാവികമായി സുരേഷ് ഗോപി പറയുമ്പോൾ അതിന് കുങ്കുമ വർണ്ണമാകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ കോർപ്പറേഷൻ പിടിക്കുമെന്ന ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പ് ദിവസവും BJP കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റു മുന്നണികളും ഒട്ടും ഈ ആത്മവിശ്വാസത്തിലോ അല്ലെങ്കിൽ അവകാശവാദങ്ങളിലോ ഈ ഘട്ടത്തിലും പിന്നിലല്ല. തിരുവനന്തപുരമാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ. കൊച്ചി CPM കഴിഞ്ഞ തവണ പിടിച്ചെടുത്തു. ഇത്തവണയും നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയുണ്ട്. തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു കോൺഗ്രസ്. അവിടെയും BJP വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് അവർ വയ്ക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളിലും CPMന് ചില ജില്ലകളിലേക്ക് ബാക്കിയില്ലാത്ത വലിയ ഭൂരിപക്ഷമാണ്. അവിടെ അത് നിലനിർത്താനാകും. പക്ഷേ എന്നാൽ തിരിച്ചു വരാൻ തന്നെ കോൺഗ്രസും ഒരുങ്ങുന്നു. അങ്ങനെ മൂന്ന് മുന്നണികൾക്കും അവകാശവാദങ്ങൾക്കും അതുപോലെ തന്നെ പ്രതീക്ഷകൾക്കൊന്നും ഈ ഘട്ടത്തിൽ ഒരു കുറവുമില്ല. വലിയ പ്രതീക്ഷയോടുകൂടി, വലിയ തയ്യാറെടുപ്പോടുകൂടി മുന്നണി നടത്തിയപ്പോൾ എം എ ബേബി CPM ജനറൽ സെക്രട്ടറി വോട്ട് രേഖപ്പെടുത്തുക. അദ്ദേഹം പോളിംഗ് ബൂത്തിന് ഉള്ളിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം വോട്ട് ചെയ്ത അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഒരു തുടർഭരണത്തിലേക്ക്, സംസ്ഥാനത്ത് തന്നെ തുടർഭരണത്തിലേക്ക് CPM ഇടതുമുന്നണി പ്രതീക്ഷിക്കുമ്പോൾ ഇവിടെ തുടർഭരണം കിട്ടുമോ എന്നറിയുന്നതിന്റെ കൃത്യമായ ഒരു ഉരകല്ലായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് ഉറപ്പാണ്. സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അതേപോലെ ബാധിക്കുമെങ്കിൽ പോലും സ്വാഭാവികമായും അതൊരു ഇൻഡിക്കേറ്ററാകും, ഒരു ദിശാസൂചിയാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ CPMന് ഭരണമുള്ള ഏക സംസ്ഥാനം അത് കേരളമാണ്. ആ സംസ്ഥാനത്ത് തുടർഭരണം വന്നില്ലെങ്കിൽ CPM ജനറൽ സെക്രട്ടറി ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതുവരെ ഔദ്യോഗികമായി നമുക്ക് ഒരു ഇടതുപക്ഷ നേതാവിൻ്റെ പ്രതികരണം അത് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ പോലും മറ്റേ നേരത്തെ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരുന്നു, VD സതീശൻ പ്രതികരിച്ചിരുന്നു, KC വേണുഗോപാൽ പ്രതികരിച്ചിരുന്നു. അങ്ങനെ മറ്റ് പ്രധാനപ്പെട്ട മുന്നണികളുടെയും പ്രധാന നേതാക്കൾ